ഇനി നമുക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടെ പറയാട്ടോ. എൻ്റെ അടുത്ത് ഒരു ഭക്ത വാട്സപ്പിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മുൻപ് ഞാൻ വീഡിയോയിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സന്താന ഗോപാല മന്ത്രത്തിനെ പറ്റിയിട്ട്. അത് എന്താണ് ആ മന്ത്രം, അത് ചൊല്ലിയാൽ എന്താണ് അതിൻ്റെ ഫലം വരുന്നതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയും ഇതുപോലെ വാട്സപ്പിലാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നും കൂടെ സന്താന ഗോപാല മന്ത്രത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പതി ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. അതാണ് മന്ത്രം, സന്താന ഗോപാല മന്ത്രം വരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായ ജഗത്പതിയായ ഭഗവാനെ കൃഷ്ണ, ഞാൻ അങ്ങയിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് പുത്രനെ നൽകിയാലും എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് വിളിച്ചപേക്ഷിക്കുന്ന ഒരു മന്ത്രമാണ് സന്താന ഗോപാല മന്ത്രം. അപ്പോൾ ഇത് മുടങ്ങാതെ ജപിക്കുന്നവർക്ക് സന്താനങ്ങൾക്ക് അവരുടെ സൗഖ്യത്തിനായിട്ട് ഉയർച്ചയ്ക്കായിട്ടൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇതുവരെയും സന്താന സൗഭാഗ്യം കൈവരാത്ത ആ ഒരു ദമ്പതിമാർക്ക് ഈ സന്താന ഗോപാല മന്ത്രം മുടങ്ങാതെ ജപിക്കുക. നന്നായി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ നമ്മുടെ ഭഗവാനെ പോലെ തന്നെ ഒരു കുഞ്ഞി കൃഷ്ണനെ നൽകി തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നതായിരിക്കും കേട്ടോ.